വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വചനവർഷവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവൻ ഏതാണ്ട് 94 എപ്പിസോഡുകളായി പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഓരോ ഗ്രന്ഥങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളും ദൈവശാസ്ത്രവും ഒക്കെ ആഴമായി നാം പഠിക്കുകയുണ്ടായി. വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിലെ ആഴമായ പഠനവും പരീക്ഷയുമൊക്കെ നാം എഴുതുകയുണ്ടായി. എന്നിരുന്നാലും ഈ ഗ്രന്ഥങ്ങളെ പറ്റിയുള്ള ചില സംശയങ്ങളും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത, ഒറ്റ വായനയ്ക്ക് തീർത്തും ഇന്നത്തെ വായനക്കാരന് മനസ്സിലാക്കാൻ പറ്റാത്ത പല ഭാഗങ്ങളും അവശേഷിക്കുകയാണ്. ഇനിയുള്ള 6 എപ്പിസോഡുകളിലായി ഇപ്രകാരം ഒറ്റ വായനയ്ക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത പല എപ്പിസോഡുകളെ പറ്റിയും പല വചനഭാഗങ്ങളെ പറ്റിയുമുള്ള ചില വിശദീകരണങ്ങളും പഠനങ്ങളുമാണ് നാം നടത്തുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള അപ്രകാരമുള്ള വേദഭാഗങ്ങളെ പൊതുവായി പറയുന്നത് ദുർഗ്രഹ വചനങ്ങൾ എന്നാണ്. പ്രധാനമായും കത്തോലിക്കർ കൂടുതലായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പുതിയ നിയമത്തിലെ ചില ഭാഗങ്ങളെ അത്ര പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുകയില്ല. എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ ചില സംശയങ്ങൾക്കും ചില ചിന്തകൾക്കും ഒക്കെ കാരണമാകുന്നുമുണ്ട്. അല്ലെങ്കിൽ എഴുത്തുകാരൻ ഏതുദ്ദേശത്തിലാണോ അത് എഴുതിയത്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായും അപ്പസ്തോലന്മാരും ഏതുദ്ദേശത്തിലാണോ അത് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ കുറെ കൂടി ആഴമായ പഠനം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഏതാനും എപ്പിസോഡുകളിൽ അപ്രകാരമുള്ള ചില വേദഭാഗങ്ങളെ പ്രത്യേകമായി എടുത്ത് പഠിക്കുവാനാണ് നാം പരിശ്രമിക്കുക. വിശുദ്ധ ഗ്രന്ഥ പഠനത്തിൻ്റെ ആമുഖത്തിലൊക്കെ നാം കണ്ടതുപോലെ വിശുദ്ധ ഗ്രന്ഥം നാം പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ചരിത്രം, അതിൻ്റെ ഭൂമിശാസ്ത്രം, അതിലെ ഭാഷ, അതിൻ്റെ സാഹിത്യ ശൈലി, അതിലെ സാഹിത്യ രൂപങ്ങൾ, അതാർക്കെഴുതിയോ അവരുടെ പശ്ചാത്തലം, ഈ ഗ്രന്ഥകാരൻ്റെ പശ്ചാത്തലം, ഇവയൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു വചനഭാഗത്തെ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഗ്രന്ഥം ഒരു ശാസ്ത്രീയ, ചരിത്രപരമോ ശാസ്ത്രപരമോമായ കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമല്ല. എന്ന് പറഞ്ഞാൽ ശാസ്ത്ര സത്യങ്ങൾ അടങ്ങുന്ന അല്ലെങ്കിൽ വിജ്ഞാന കോശവുമല്ല. മറിച്ച് ദൈവത്തെ പ്രാപിക്കുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവത്തെ അനുഭവിക്കുവാനും നമുക്ക് നൽകുന്ന ദൈവികമായ ചിന്തകളിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ അതിനെപ്പറ്റി പ്രകാരമാണ് പറയുക: കർത്താവ് ക്രൈസ്തവരെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ് ബൈബിളിലൂടെ സംസാരിക്കുന്നത്, അല്ലാതെ ഗണിത വിദഗ്ധനെ രൂപപ്പെടുത്തുകയല്ല. വിഖ്യാതനായ കർദിനാൾ ബെറോണിയോസ് പറയുന്നു, വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടത് ആകാശഗോളങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് പഠിപ്പിക്കുവാനല്ല, നാം എങ്ങനെ സ്വർഗോന്മുഖരായി വളരണമെന്ന് പഠിപ്പിക്കുവാനാണ്. ചുരുക്കത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചനയുടെ ഉദ്ദേശം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുന്ന ദൈവിക വെളിപാടുകളെ മനസ്സിലാക്കി ദൈവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അത് പലപ്പോഴും ആലങ്കാരികമായ ഭാഷയിലും സാഹിത്യത്തിൻ്റെ മറ്റു പല സങ്കേതങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് എഴുതിയിരിക്കുന്നത്. അത് എഴുതപ്പെട്ട ഓരോ കാലഘട്ടങ്ങളിലെ ചരിത്രപരവും സാംസ്കാരികപരവും ധാർമ്മികപരവും രാഷ്ട്രീയപരവുമായ പശ്ചാത്തലം അതിനുണ്ട്. അതൊക്കെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം ഈ എപ്പിസോഡിൽ പ്രധാനമായും ചിന്തിക്കുന്നത് പുതിയ നിയമത്തിലെ ഒറ്റ വായനയിൽ ഗ്രഹിക്കാൻ പറ്റാത്ത ചില വേദഭാഗങ്ങളെയാണ്. വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കായുടെയും വിശുദ്ധ യോഹന്നാൻ്റെയും സുവിശേഷങ്ങളിൽ പല ഭാഗങ്ങളും
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. ഇന്ന് നാം പ്രധാനമായും ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഏതാനും വേദഭാഗങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വചനങ്ങളിൽ നക്ഷത്രത്തിൻ്റെ സഹായത്തോടെ രക്ഷകനെ കാണുവാനായി യാത്ര ചെയ്യുന്ന പൂജാരാജാക്കന്മാരെ നാം കണ്ടുമുട്ടുന്നുണ്ട്. വിശുദ്ധ മത്തായിയിൽ മാത്രം കാണുന്ന ഒരു വിവരണമാണ് പൂജാരാജാക്കന്മാരുടെ ബത്ലഹേമിൽ പിറന്ന യേശുവിനെ സന്ദർശിക്കുന്ന ഭാഗം. ആ ഭാഗത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ചിലരൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്, ബൈബിളിൽ ജ്യോതിശാസ്ത്രമോ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം ബൈബിൾ അധിഷ്ഠിതമാണോ? ആരാണ് ഈ കിഴക്കുനിന്ന് വന്ന ജ്ഞാനികൾ? അവർ വിജാതീയരാണോ അതോ യഹൂദരാണോ? ഈ സംഭവം വിവരിക്കുന്നതിലൂടെ എന്താണ് വിശുദ്ധ മത്തായി ഉദ്ദേശിക്കുന്നത്? ആദ്യത്തേതിനുള്ള ഉത്തരം വിശുദ്ധ ഗ്രന്ഥം ജ്യോതിശാസ്ത്രത്തിനോ അല്ലെങ്കിൽ ഒരു മനുഷ്യശാസ്ത്രത്തിനും എതിരല്ല എന്നുള്ളതാണ്. എന്നാൽ ബൈബിളിൽ പലപ്പോഴും എതിർത്തിട്ടുള്ളത് ആഭിചാരം ചെയ്യുന്നവരെയും മന്ത്രവാദികളെയും ശകുനം നോക്കുന്നവരെയും ഒക്കെയാണ്. ഇതിനുള്ള കാരണം അവർ ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്നു എന്നുള്ളതാണ്. അവയൊക്കെ ഒരു വിഗ്രഹാരാധനയുടെ ചുവയുള്ളതിനാൽ അവയൊക്കെ നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വളരെ വ്യക്തമായി പറഞ്ഞാൽ പുറപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 18-ാം വചനത്തിലും നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 10-ാം വചനത്തിലുമൊക്കെ വിഗ്രഹാരാധനയെപ്പറ്റിയും ശകുനം നോക്കുന്നവരെ പറ്റിയുമൊക്കെ അത് ഇസ്രായേലിന് യഹൂദന് നിഷിദ്ധമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പുതിയ നിയമത്തിൻ്റെ ഈ ജ്യോതിശാസ്ത്രത്തെപ്പറ്റി, ഈ ജ്യോതിശാസ്ത്ര സംബന്ധമായ ഈ വിവരണം വരുന്നത് എന്ന് ന്യായമായും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ജ്യോതിശാസ്ത്രമായ ജ്ഞാനികളെ മേജായ് എന്നാണ് പൊതുവെ വിളിക്കുക. ഈ മേജായ് ഇത് പഴയ നിയമത്തിൽ പല സ്ഥലത്തും നമുക്ക് കാണാനാവും. പ്രത്യേകിച്ച് ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായം 20-ാം വചനത്തിലും 2-ാം അധ്യായം 10-ാം വചനത്തിലുമൊക്കെ ഈ പദം, ഇതിന് സമാനമായ പദം കാണുന്നുണ്ട്. മാഗൂസ് എന്ന വാക്കിൻ്റെ ബഹുവചന രൂപമാണ് നമ്മളിവിടെ കാണുന്ന പൂജാരാജാക്കന്മാർ അല്ലെങ്കിൽ മേജായ്സ് എന്ന് പറയുന്ന വചനം. ഇതിന് മാന്ത്രികൻ എന്നും ഒരു അർത്ഥമുണ്ട്. ഇവരെ ശകുനം നോക്കുന്നവരും ജ്യോതിശാസ്ത്രം എന്നിവയിൽ അറിവുള്ളവരുമായിരുന്നു എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. അപ്പോൾ ഈ പൂജാരാജാക്കന്മാർ എവിടെ നിന്ന് വന്നു എന്നതിന് നമുക്ക് കൃത്യമായ ഉത്തരം നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും അവരെത്രമാരായിരുന്നു എന്നതിന് ഉത്തരവും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. പൂജാരാജാക്കന്മാർ എത്ര പേരായിരുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം വേദപുസ്തകം നമുക്ക് നൽകുന്നില്ലെങ്കിലും നാം മനസ്സിലാക്കുന്നത് അവർ കൊണ്ടുവന്ന സമ്മാനങ്ങളിൽ നിന്നാണ്. 3 സമ്മാനങ്ങളാണ് അവർ കൊണ്ടുവന്നിരുന്നത്. അതിൽ നിന്നാണ് അവർ 3 പേരായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. ഇതിലൊക്കെ ഉപരിയായി എന്തിനാണ് സുവിശേഷത്തിൽ ഈ ഭാഗം വിവരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ജ്ഞാനികളുടെ സംഭവം വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നത് വളരെ വ്യക്തമായ ചില സൂചനകളോടെയാണ്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ മുന്നിൽ നിർത്തിയാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ സമഗ്ര രൂപത്തിൽ നാം പഠിക്കുമ്പോൾ യേശു ആരാണ്, അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികളോട് സുവിശേഷം പ്രഘോഷിക്കുന്ന അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികൾ വായനക്കാരായിട്ടുള്ള മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം മിശിഹ രാജാവാണ് എന്ന് സമർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അതിനുപോൽബലകമായ ഒരു മനോഹരമായ വിവരണമാണ് ഈ മേജായി അല്ലെങ്കിൽ പൂജാരാജാക്കന്മാരുടെ വിവരണത്തിലൂടെ വിശുദ്ധ മത്തായി വരച്ചു കാട്ടുക. ചുരുക്കം പറഞ്ഞാൽ യേശുവിൻ്റെ ജനനം പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഈ പൂജാരാജാക്കന്മാരുടെ സന്ദർശനത്തിലൂടെ സാധിക്കുന്നത്. അതായത് അതിപ്രകാരമാണ് മിശിഹായാകുന്ന നക്ഷത്രം ഭൂമിയിൽ ഉദയം ചെയ്യുമെന്ന പ്രവചനത്തിൻ്റെ പൂർത്തീകരണം. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം പുറപ്പെടും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും. സംഖ്യയുടെ പുസ്തകത്തിൽ 24-ാം അധ്യായം 17-ാം വചനത്തിൽ മിശിഹായ നക്ഷത്രമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുക അല്ലെങ്കിൽ പ്രവചിച്ചിരിക്കുക. ബാലാം പ്രവാചകന്റെ ഈ പ്രവചനം ഇവിടെ നിറവേറ്റപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഏശയ്യാ പ്രവചനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഏശയ്യായുടെ 60-ാം അധ്യായം 13-ാം വചനം ഇപ്രകാരമാണ്: ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനങ്ങളെയും മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വത്താൽ നീ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. അതുപോലെ തന്നെ ഏശയ്യായുടെ പ്രവചനത്തിൽ 42:7-ലും 49:6-ലുമൊക്കെ രക്ഷകനെ പ്രകാശമായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സങ്കീർത്തനങ്ങളിൽ ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. മലാക്കി പ്രവാചകൻ ഇപ്രകാരമാണ് പറയുന്നത്:
എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. പുതിയ നിയമത്തിലേക്ക് കടക്കുകയാണെങ്കിലും ഇതേ കാര്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 78ഉം 79ഉം വചനങ്ങളിൽ പറയുന്നത്, ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശുന്നു എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വചനത്തിൽ പറയുന്നത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അപ്പോൾ ചുരുക്കത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ രക്ഷയെപ്പറ്റി പ്രവചിക്കുവാനും സൂചിപ്പിക്കുവാനും പ്രകാശമായ സൂചന നൽകുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ജനനം ഒരു പ്രകാശത്തിൻ്റെ ജനനമാണ്, അല്ലെങ്കിൽ പുതിയ പ്രകാശത്തിൻ്റെ അവതരണമാണ്, അല്ലെങ്കിൽ അവതാരമാണ്, വെളിപ്പെടുത്തലാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട വ്യക്തികളുടെ ജനനത്തെയൊക്കെ നക്ഷത്രം ഉദിച്ചു എന്ന്, അല്ലെങ്കിൽ നക്ഷത്രങ്ങളെന്ന് വിളിക്കാറുണ്ട്. ബൈബിളിലും അല്ലെങ്കിൽ ബൈബിളിന് പുറത്തുമൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികളെ വിളിക്കുന്ന ഒരു സൂചനയാണ് നക്ഷത്രം. വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുകയാണ്, ഇത് വ്യക്തമായിട്ട് നമുക്ക് കാണാം. 1-ാം അധ്യായത്തിൻ്റെ 16-ാം വചനത്തിലും 2-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിലും 3-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിലും മാലാഖമാരെ നക്ഷത്രങ്ങളെന്നാണ് വിളിക്കുക. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും അപ്പസ്തോലന്മാരെയും നക്ഷത്രങ്ങളായിട്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ കാണുക. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 1-ൽ നക്ഷത്രങ്ങൾ ശിരസിൽ 12 നക്ഷത്രങ്ങൾ ശിരസിൽ ചൂടിയ സ്ത്രീ ഒരു പ്രതീകമാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ നക്ഷത്രം എന്ന് പറയുന്നത് മഹത് വ്യക്തികളെയാണ്. അപ്പോൾ യേശുവിൻ്റെ ജനനം ഉന്നതമായ മഹത്തായ ഒരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു യേശുവിൻ്റെ ജനനമെന്ന് വളരെ കൃത്യമായി സമർത്ഥിക്കുകയും വളരെ കൃത്യമായി ഇവിടെ വിവരിക്കുകയുമാണ് മത്തായി ശ്ലീഹ ചെയ്യുന്നത്. ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അതിനെ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. പഴയ നിയമത്തിലൊക്കെ പ്രകാശമായും നക്ഷത്രമായും ഒക്കെ ഉദിച്ചിരുന്ന യേശു ഇതാ മഹാനക്ഷത്രമായ മഹാസൂര്യനായ നക്ഷത്രങ്ങളുടെ നക്ഷത്രമായ മഹാസൂര്യനായി ഉദിച്ചിരിക്കുന്നു. ഇനി നാം അനുധാവനം ചെയ്യേണ്ടത് ചെറിയ ചെറിയ നക്ഷത്രങ്ങളെ അല്ല, മറിച്ച് വലിയ നക്ഷത്രമായ വലിയ സൂര്യനായ യേശുവിനിലാണ്. ആ വലിയ സൂര്യനായ യേശുവിലാണ് നാം പ്രകാശിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാനാണ് മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷത്തിലൂടെ ഈ നക്ഷത്രശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിലൂടെ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ശാസ്ത്രീയപരമായും ചരിത്രപരമായും നോക്കിയാൽ തന്നെ ഇതിന് വളരെയേറെ തെളിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ചരിത്രവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിന് പുറത്തും ആ കാലത്ത് വലിയ നക്ഷത്രം അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ഒരു വിശേഷവിധമായ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നതിനുള്ള ചില തെളിവുകൾ നമുക്ക് വായിക്കാനാവും. അപ്പോൾ ലോകത്തിൻ്റെ ചരിത്രവും ഭൂമിയുടെ ചലനവുമൊക്കെ അതിലൂടെയൊക്കെ രക്ഷാകര പ്രവൃത്തി മനുഷ്യന് വെളിവാകുന്നു എന്ന് വിവരിക്കുകയാണ് മത്തായി ശ്ലീഹ പ്രത്യേകമായി ചെയ്യുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥ പ്രകാശത്തിൻ്റെ സ്രോതസ്സായ മഹാസൂര്യനിത ഉദിച്ചിരിക്കുന്നു എന്ന് തൻ്റെ വായനക്കാരനായ യഹൂദരോട് വളരെ കൃത്യമായി സമർത്ഥിക്കുകയാണ് ഈ വചനഭാഗത്തിലൂടെ വിശുദ്ധ മത്തായി ശ്ലീഹ ചെയ്യുന്നത്. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ ചുവട് പിടിച്ച് ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ് ഈ ഭാഗത്തിലൂടെ ചെയ്യുന്നത്. പിന്നീട് നാം മുന്നോട്ട് പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും പല സ്ഥലങ്ങളിലുമുള്ള ചില പരാമർശങ്ങൾ, ചില ചിന്തകൾ, ചില വചനങ്ങൾ നമുക്ക് സംശയത്തിനും ഒക്കെ ഹേതുവാകാറുണ്ട്. അപ്രകാരമുള്ള മറ്റൊരു ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 7 മുതൽ 20 വരെയുള്ള ചില വചനഭാഗങ്ങൾ, അതിൻ്റെ ഉള്ളിൽ വരുന്ന ചില ഭാഗങ്ങൾ. അതിൽ പ്രത്യേകമായും നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്നൊരു പരാമർശം നാം കാണുന്നുണ്ട്. നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല. പലപ്പോഴും ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വള്ളിയും പുള്ളിയും മാറ്റാൻ പാടില്ല, അന്ന് വചനത്തിൽ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുസ്തകത്തിലെ ഒരു വാക്ക് പോലും, ഒരു കുത്തുപോലും, കോമ പോലും മാറാൻ പാടില്ല എന്ന് അന്ധമായി പറയുന്ന അല്ലെങ്കിൽ തെറ്റായി പഠിപ്പിക്കുന്ന ചില ചിന്തകളും പ്രബോധനങ്ങളും സാധാരണ വ്യക്തികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കേൾക്കാനിടയായിട്ടുണ്ട്. എന്നാൽ ഇതിനെ എന്താണ് സൂചിപ്പിക്കുന്നത്? നിയമജ്ഞരെയും ഫരിസേയരെയും നിയമത്തിൻ്റെ പേരിൽ വളരെ കർക്കശമായി വിമർശിച്ചിരുന്ന യേശുവിൻ്റെ തന്നെയാണോ ഈ വാക്കുകൾ? അല്ലെങ്കിൽ യഹൂദരെ വിമർശിച്ചിരുന്ന അവരുടെ നിയമാനുഷ്ഠാനത്തിൻ്റെ പേരിലായിരുന്നു? അപ്പോൾ ഒരുപക്ഷെ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റാനല്ല, അത് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ യേശു തന്നെ സാബത്ത് ആചരണത്തെക്കുറിച്ചും ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകുന്നതിനെ പറ്റിയും ഒക്കെയുള്ള യഹൂദ നിബന്ധനകളെ അവഗണിക്കുകയും
അതിനെയൊക്കെ തിരുത്തുകയോ ഒക്കെ ആ നിയമങ്ങൾ പാലിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതായി നാം കാണാം. അപ്പോൾ ഒരു ന്യായമായി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, യേശുവിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലേ? ഒരുപക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നാം മനസ്സിലാക്കുകയാണെങ്കിൽ ആദിമസഭയിൽ ഇതിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഇതിനൊരു കാരണം പത്രോസ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 4-ാം വചനത്തിൽ പറയുന്ന, വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മതത്തെ അവർ പൂർത്തീകരിച്ചിരിക്കുന്നു, ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു, വിശ്വാസം വഴി ഒരുവൻ ക്രിസ്തു നൽകിയ നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 4-ാം വചനത്തിൽ നാം കാണുന്നുണ്ട്. ഇതിനെതിരായി ചില യാഥാസ്ഥിതികരായ യഹൂദ ചിന്തകരിൽ നിന്നോ അല്ലെങ്കിൽ യഹൂദരിൽ നിന്നോ യഹൂദ ക്രിസ്ത്യാനികളിൽ നിന്നോ വന്നതാവാം ഈ ചിന്ത അല്ലെങ്കിൽ ഈ പഠനം, ഈ പ്രബോധനം എന്ന് ഏതാണ്ട് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലും ഇതുപോലെ തന്നെയുള്ള ഒരു പരാമർശം കാണാം. നിയമത്തിലെ വള്ളിയോ പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വചനം. അപ്പോൾ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള ദൈവശാസ്ത്രം എന്താണ്? ഈ വചനഭാഗത്തിലൂടെ യേശു എന്തു പറയാനാണ് പരിശ്രമിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ യഹൂദ മതത്തിലുള്ള നിയമ സംവിധാനത്തെപ്പറ്റി നാം മനസ്സിലാക്കണം. യഹൂദ മതത്തിൽ ഈ നിയമങ്ങളെപ്പറ്റി പറയുമ്പോൾ 6 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 6 തരത്തിലുള്ള നിയമ സംവിധാനം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ യേശു എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവരുടെ നിയമ സംവിധാനം 6 തരത്തിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ തരത്തിലുള്ള ചട്ടങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേതാണ് തോറ. അത് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ് തോറ. ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ വഴി ഇസ്രായേലിന് ലഭിച്ച നിയമങ്ങളാണ് ഇവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പുരോഹിതരുടെ മധ്യസ്ഥം വഴി ഇസ്രായേലിന് ലഭിച്ച നിയമങ്ങൾ, കൽപ്പനകളാണ് തോറ. രണ്ടാമത്തെ അതാണ് ഏദോത്ത്. ഏദൂത്ത് എന്നും പലപ്പോഴും പറയാറുണ്ട്. ഏദോത്ത് അത് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട തിരുഹിതമാണ് ഏദോത്ത്. മൂന്നാമത്തേതാണ് മിഷ്പാത്ത്. മിഷ്പാത്ത് എന്ന് പറഞ്ഞാൽ ഉടമ്പടി അല്ലെങ്കിൽ നിയമസംഹിത, സിവിൽ ക്രിമിനൽ നിയമങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണിത്. അപ്പോൾ അവരുടെ സിവിൽ ക്രിമിനൽ നിയമങ്ങളുമായി സംബന്ധപ്പെട്ട നിയമമാണ് ഈ മിഷ്പാത്ത് എന്ന് പറയുന്നത്. നാലാമത്തെയാണ് ഹോക്ക് എന്ന് പറയും. ഹോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ട്, എഴുതപ്പെട്ട നിയമങ്ങൾ. ഏതെങ്കിലും ആചാര രീതികളിലോ അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ എന്നതിനേക്കാൾ സാമൂഹിക നേതൃത്വങ്ങളിൽ നിന്ന് കാലക്രമേണ രൂപപ്പെട്ടു വരുന്നതാണ് ഇവ. അഞ്ചാമത്തേതാണ് ദബാർ, ദൈവത്തിൻ്റെ അരുളപ്പാട്. ദബാർ ദൈവവചനം, അതായത് സീനായ് മലയിലിൻ്റെ മുകളിൽ വെച്ച് മോശയ്ക്ക് നൽകിയ പ്രമാണങ്ങൾ ഈ ഗണത്തിലാണ് പെടുന്നത്. അത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അതാണ് അഞ്ചാമത്തേത്. ആറാമത്തേതാണ് മിസ്വാഹ്. അത് കമാൻഡ്മെൻ്റ് എന്ന് പറയും. അധികാരികളിൽ നിന്ന് ലഭിക്കുന്ന കൽപ്പനകളാണ് മിസ്വാഹ്. അപ്പോൾ നാം പലപ്പോഴും മലയാളത്തിൽ ഇതിനെ പറയുമ്പോൾ എല്ലാം കൂടെ കലർത്തിയാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഒന്നും നമുക്ക് അത്ര വ്യക്തമായി അറിയില്ല. പക്ഷേ യഹൂദരുടെ നിയമ സംവിധാനം അനുസരിച്ച് ഇതിന് ഓരോന്നിനും വ്യത്യസ്തതകളും പ്രാധാന്യവും അതിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. അതിൻ്റെ ഉപയോഗത്തിലും അതിൻ്റെ പ്രാധാന്യത്തിലുമൊക്കെ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിയമങ്ങളൊക്കെ കാലക്രമേണ യഹൂദ മതത്തിനിടയിൽ രൂപപ്പെട്ട് വന്നവയായിരുന്നു. സീനായ് മലയും മുകളിൽ വച്ച് ദൈവം മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകൾ നിയമങ്ങളായിരുന്നില്ല, അതിൻ്റെ പേര് പ്രമാണങ്ങളെന്നായിരുന്നു. നിയമങ്ങൾ കാലാക്രമത്തിൽ യഹൂദ മതത്തിനുള്ളിൽ അവരുടെ സാംസ്കാരിക, മത, രാഷ്ട്രീയ സംവിധാനത്തിനുള്ളിൽ ക്രമേണ രൂപപ്പെട്ട് വന്നതാണ് പല വിധത്തിലുള്ള നിയമങ്ങൾ. നമ്മുടെ നാട്ടിലും സിവിൽ ക്രിമിനൽ നിയമങ്ങളുള്ളതുപോലെ അവരുടെ മതകേന്ദ്രവും അവരുടെ രാഷ്ട്രീയ കേന്ദ്രവും കേന്ദ്രങ്ങളാക്കി അടിസ്ഥാനമാക്കി രൂപപ്പെട്ടു വന്നവയാണ് ബാക്കിയെല്ലാം. അത് പ്രമാണങ്ങളായിരുന്നില്ല. അപ്പോൾ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ അരുളപ്പാട് ദബാർ ലഭിച്ചത് നിയമങ്ങളായിരുന്നില്ല. ആ പ്രമാണങ്ങൾ ഓരോരുത്തരുടെയും ജീവിതക്രമം അനുസരിച്ച് പ്രാവർത്തികമാക്കുന്ന തത്വങ്ങളായിരുന്നു, ജീവിത തത്വങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് വന്ന ഈ യഹൂദർക്ക് ഈ പ്രമാണങ്ങളിൽ അത്ര തൃപ്തി തോന്നിയില്ല. അതുകൊണ്ട് അവരതിനെ വ്യാഖ്യാനിക്കുവാൻ തുടങ്ങി. അങ്ങനെ വന്ന വ്യാഖ്യാനങ്ങൾ അലംഘ്യ നിയമങ്ങളായി പിന്നീട് അവർ തെറ്റിദ്ധരിപ്പിച്ചു. ഇങ്ങനെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന് ഒരു വിഭാഗം തന്നെ ഉടലെടുത്തു. അവരാണ് നിയമജ്ഞർ. പുതിയ നിയമത്തിൽ നാം എപ്പോഴും കാണുന്ന ഒരു ഗണമാണ് നിയമജ്ഞർ. അവർ നിയമങ്ങൾക്ക് വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളും നിർമ്മിച്ചു. അതിൻ്റെ പേരാണ് മിഷ്ന. അപ്പോൾ യഹൂദ നിയമങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് മിഷ്ന. ദൈവം നൽകിയ കൽപ്പനകൾക്കും ചട്ടങ്ങളും എങ്ങനെ മനുഷ്യ സാഹചര്യങ്ങളിൽ അത് പ്രായോഗികമാക്കാം
അല്ലെങ്കിൽ കർമ്മ പദ്ധതി അവരുണ്ടാക്കി. അതാണ് മിഷ്ന എന്നറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് ചെറുതും വലുതുമായ ആയിരക്കണക്കിന് നിയമങ്ങളും ചട്ടങ്ങളും രൂപപ്പെട്ടു വന്നു. അങ്ങനെ നിയമങ്ങളും ചട്ടങ്ങളും രൂപപ്പെട്ടു വന്നപ്പോൾ അത് പലപ്പോഴും പ്രമാണങ്ങളായി പഠിപ്പിച്ചിരുന്നു. 10 കൽപ്പനകൾ പോലെ തന്നെ അതിന് പ്രാധാന്യമുള്ളതായി അലംഘിതമായി അത് ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം 10 പ്രമാണങ്ങൾക്കുള്ളിൽ ഒരു പ്രധാനപ്പെട്ട നിയമമാണ് സാബത്ത് ആചരണം, അല്ലെങ്കിൽ സാബത്ത് ദിനം പരിശുദ്ധമായി ആചരിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ദിവസത്തിൽ ജോലിയൊന്നും ചെയ്യരുത് എന്നൊരു നിയമമുണ്ട്. എന്നാൽ പിന്നീട് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ പ്രമാണങ്ങളെ നിയമജർ വ്യാഖ്യാനിച്ചത് ഓരോ വാക്കിനും നിർവചനം നൽകിക്കൊണ്ടാണ്. ഉദാഹരണമായി ജോലിക്ക് നൽകിയ നിർവചനം എല്ലാ വിധത്തിലുമുള്ള പ്രവർത്തനങ്ങളെയുമാണ്. ജോലി എന്ന് പറഞ്ഞാൽ അനങ്ങുന്നതും പോകുന്നതും ഒക്കെ ജോലിയായി മാറി. ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞത് പിന്നെ എന്താണ് ജോലി എന്ന് അതിനെ വ്യാഖ്യാനിച്ചു. അപ്പോൾ ഭാരം ചുമക്കുക ഒരു ജോലിയാണ്. അപ്പോൾ എന്തുമാത്രം ഭാരം ചുമക്കാം? ഒരു മനുഷ്യൻ സാപത്തിൽ ചെയ്യാവുന്ന നിയമങ്ങൾക്കൊക്കെ വലിയ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടായി. ഉദാഹരണം, ഭാരം ചുമക്കുക എന്ന് പറയുന്നത് ജോലിയാണ്. അപ്പോൾ ഒരു ഉണങ്ങിയ അത്തിപ്പഴത്തിന് തുല്യമായ ഭക്ഷണം, ഒരു കവിൾ പാൽ, മുറിവിൽ പുരട്ടാൻ മാത്രം തേൻ, 2 അക്ഷരങ്ങൾ മാത്രം എഴുതാനുള്ള മഷി, ഇവ ഏതെങ്കിലും എടുത്താൽ പോലും ഭാരമെടുക്കുന്നതിന് തുല്യമായിരുന്നു എന്ന് പിന്നീട് അവർ എഴുതി ചേർത്തു. അതുവഴി സാപത്ത് ലംഘിച്ചതിന് തുല്യമാകും എന്നും എഴുതി ചേർത്തു. തുടർന്ന് സാപത്ത് ദിവസം വിളക്കെടുത്ത് മാറ്റിവെക്കാമോ, തയ്യൽക്കാരന് സൂചി എടുക്കാമോ എന്നതിനെക്കുറിച്ചുള്ള വാഗ്വാദങ്ങൾ നീണ്ട മണിക്കൂറുകൾ നടന്നിരുന്നു എന്ന യഹൂദ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്തരം വാദപ്രതിവാദങ്ങളോടും നിയമാനുഷ്ഠാനത്തുമോ ഒക്കെ യേശു എതിരായിരുന്നു. അപ്പോൾ യേശു നിയമത്തെ എതിർത്തത് അതിൻ്റെ അന്തസത്തയോടല്ല, അതിൻ്റെ വ്യാഖ്യാനങ്ങളോടും അതിൻ്റെ നൂലാമാലകളോടുമാണ്. സാപത്തിൽ ആർക്കും രോഗശാന്തി നൽകാൻ പാടില്ല എന്ന് പറഞ്ഞ യഹൂദരൊക്കെ സാപത്ത് നിയമത്തിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ ലക്ഷ്യവും യേശു തിരുത്തുകയും പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഗോതമ്പ് കതിരുകൾ പറിച്ച് കയ്യിൽ വെച്ച് തിരുമ്മി കഴിച്ചപ്പോൾ അത് ജോലിയാണ്, അത് സാപത്ത് ലംഘനമാണ് എന്ന് യഹൂദ പ്രമാണികൾ ശിഷ്യന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചതും യേശു അവരെ പ്രതിരോധിക്കുന്നതുമല്ല. അപ്പോൾ ഇപ്രകാരം നിയമത്തിൻ്റെ ആന്തരികതയ്ക്ക്, പ്രമാണങ്ങളുടെ ആന്തരികതയ്ക്ക് പ്രാധാന്യം നൽകാതെ അക്ഷരാർത്ഥത്തിലുള്ള വിവരണങ്ങളും അക്ഷരാർത്ഥത്തിലുള്ള പാലനവും അനുഷ്ഠാനവും ഒക്കെ പ്രോത്സാഹിക്കപ്പെട്ടപ്പോഴാണ് അത് ജനത്തിന് ദുരിതമാവുകയും സാധാരണ ജീവിതത്തെ പോലും അത് ദുസ്സഹമാക്കുകയും ചെയ്തു. അപ്പോൾ സാധാരണ ജനത്തിന്, പാവപ്പെട്ടവർക്കൊന്നും പാലിക്കാനാവാത്ത വിധം നിയമത്തിൻ്റെ നൂലാമാലകൾ കൊണ്ട് വരിഞ്ഞു കെട്ടപ്പെട്ട ഒരു ജനത്തിന് വേണ്ടിയാണ് യേശു പ്രതികരിച്ചത്. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞത് നിയമത്തെ മാറ്റിമറിക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രമാണങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് യഹൂദരാൽ നിർമ്മിക്കപ്പെട്ട സാമൂഹിക ധാർമ്മിക നിയമങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ നിയമങ്ങളെയും ഒറ്റ പദത്തിലേക്ക് ചുരുക്കാമെന്ന് യേശു പഠിപ്പിച്ചു. അതാണ് മനുഷ്യനോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും താല്പര്യവും ഒക്കെ. അത് പൂർത്തിയാക്കാനാണ് യേശു കടന്നു വന്നത്. അപ്പോൾ നിയമത്തിൻ്റെ വള്ളിപുള്ളി മാറുകയില്ല എന്ന് യേശു പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല, പ്രമാണങ്ങളെ മാറ്റിമറിക്കാനല്ല, മറിച്ച് മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ മനുഷ്യനെ സ്നേഹമില്ലാതെ അനുഷ്ഠിക്കുന്ന, ആന്തരികതയില്ലാത്ത കർമാനുഷ്ഠാനങ്ങളെ മാറ്റാനാണ് കടന്നു വന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ യേശു 10 പ്രമാണങ്ങളെ മാറ്റുകയാണോ എന്ന ചിന്തയ്ക്ക് യഥാർത്ഥത്തിൽ ഇതായിരുന്നു അതിൻ്റെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാകുമ്പോഴാണ് ഞാൻ 10 പ്രമാണങ്ങൾ പൂർത്തിയാക്കാനാണ് വന്നത്. 10 പ്രമാണങ്ങളുടെ അന്തസത്ത 2ആണ്. യേശു പറഞ്ഞു, 10 പ്രമാണങ്ങളെ 2ആയി ചുരുക്കാം. നിന്നെപ്പോലെ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുക, എൻ്റെ സഹോദരനെ നിന്നെപ്പോലെയും. അപ്പോൾ സ്നേഹമാണ് എല്ലാ നിയമത്തിൻ്റെയും ആന്തരികതയെന്നും അത് പൂർത്തിയാക്കാനാണ് കടന്നു വന്നതുമെന്നാണ് ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. നിയമത്തിൻ്റെ പ്രമാണങ്ങളും നിയമങ്ങളും തമ്മിലുള്ള അന്തരം ഇവിടെ വ്യക്തമാക്കി തരികയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ ഈ വചനങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ നടത്തുക. ആദ്യത്തെ ചിന്തയോട് ചേർന്ന് വരുന്ന മറ്റൊരു വചനമാണ്, സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കിരയായി തീരും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വചനം. ഈ വചനഭാവം നമ്മുടെ മനസ്സിൽ വളരെയേറെ സംശയങ്ങൾ രൂപപ്പെടും. കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റാണോ വിഡ്ഢി എന്ന് സഹോദരനെ വിളിക്കുന്നത്? കൊല ചെയ്യുന്നവൻ ന്യായവിധിക്ക് അർഹനാണെങ്കിൽ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ അതിലും വലിയ ശിക്ഷ കിട്ടുമെന്ന് പറയുന്നത് ഒരു വിരോധാഭാസമായി തോന്നാം.
എന്തുകൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞത് എന്ന് നമുക്ക് ചിന്തിക്കാം. കൊല്ലരുത് എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് വിഡ്ഢി എന്ന് വിളിച്ചാൽ നീ ന്യായാധിപൻ്റെ അല്ലെങ്കിൽ നരകാഗ്നിക്ക് ഇരയാകുമെന്ന് പറയുന്നത്. ഇവിടെ ചുരുക്കത്തിൽ പറയുക, കൊലപാതകം പാപമാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുകയാണ്. അപ്പോൾ അതിന് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ പറയുക, കൊലപാതകത്തിലേക്ക് ഒരുവനെ നയിക്കുന്നത് എന്താണ്? അതാണ് കോപം. കോപത്തിൻ്റെ അവസാനമാണ് എല്ലാ കൊലപാതകങ്ങളും മിക്കവാറും നടക്കുക. അപ്പോൾ അതുകൊണ്ടാണ് കോപിക്കുന്നത് പാപമാണ് എന്ന് പറയുക. മിക്ക കോപങ്ങളും കൊലപാതകത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് ആ പ്രവൃത്തി എന്നതിനപ്പുറം കോപത്തെയാണ് ഇവിടെ ചൂണ്ടുക, കൊലപാതകത്തിന് കാരണമാകുന്ന കോപം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കോപചിന്തയിൽ നിന്നാണ് പലപ്പോഴും കൊലപാതകങ്ങൾ ഉടലെടുക്കുക. ആദ്യ കൊലപാതകം തന്നെ അങ്ങനെ ആയിരുന്നുവല്ലോ. കൊലപാതകത്തിന് ശിക്ഷ നൽകുവാൻ ഭൂമിയിൽ കോടതികളുണ്ട്, കൊല ചെയ്തവനെ ശിക്ഷിക്കാൻ നിയമങ്ങളുമുണ്ട്. എന്നാൽ കോപിച്ചവനെ ശിക്ഷിക്കാൻ നമ്മുടെ നാട്ടിലും ഒരിടത്തും ഒരു നിയമമുള്ളതായി, ഒരു കോടതിയും ഉള്ളതായി നാം കണ്ടിട്ടില്ല. അതൊരു മനസ്സിൻ്റെ വ്യാപാരമാണ്. അതുകൊണ്ടാണ് ഈ കൊലപാതകത്തിൽ എത്തിക്കുന്ന പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് കോപമാണ്. അപ്പോൾ കോപിക്കുന്നത് പാപമാകുന്നത് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിക്കാവുന്നതാണ് കോപം. അതുകൊണ്ടാണ് ഈ കോപവും കൊലപാതകവും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അനിയന്ത്രിതമായ കോപം കൊലപാതകത്തിൽ എത്തിച്ചേരാം. എന്നാൽ അതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു ചിന്ത കൂടി ചേർത്ത് നാം പഠിക്കുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുക. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. യേശുവിൻ്റെ പിന്നീടുള്ള വാക്കുകൾ അതിൻ്റെ ഗൗരവം വീണ്ടും കൂട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. ന്യായാധിപൻ്റെ മുമ്പിൽ, സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും, നരകാഗ്നിക്കിരയാവുകയും ചെയ്തു. തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാം. കോപിക്കുന്നതിനേക്കാൾ ഗൗരവപരതരമായ ഒരു തെറ്റാണ് വിഡ്ഢി എന്ന് വിളിക്കുക. അപ്പോൾ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കാരണമാണ് കോപം. ഈ കോപമുണ്ടാക്കുന്ന മറ്റൊരു കാരണമാണ് സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുക. അപ്പോൾ അപമാനിക്കുക, മനുഷ്യ ജന്മത്തിലും മനുഷ്യ ജീവിതത്തിലും നമുക്ക് സഹിക്കാനാവാത്തതാണ് അപമാനിക്കുക എന്ന് പറയുക. ഇവിടെ വിഡ്ഢി എന്ന വാക്ക്, അല്ലേ, വിഡ്ഢി എന്നൊരുവനെ അഭിസംബോധന ചെയ്യുന്നു. സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കിരയായി തീരുമെന്ന് പറയുന്നതിന് കാരണമെന്നാണ്. കൊലപാതകം പാപമാണ്, കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കോപം പാപമാണ്, കോപത്തിലേക്ക് നയിക്കുന്ന അപമാനമാണ് അപ്പോൾ ഏറ്റവും പാപകരമായിട്ടുള്ളത്. ഒരുവനെ അപമാനിക്കുക, അവൻ്റെ പേരില്ലാതാക്കുക, അവനെ അവഹേളിക്കുക എന്നതിന് തുല്യമാണ് ഒരുവനെ വിഡ്ഢി എന്ന് വിളിക്കുക. വിഡ്ഢി എന്നതിന് തുല്യമായ വാക്കാണ് റാക്ക. അതായത് ഒരുവനെ അപമാനിക്കുന്നതിന് തുല്യമായ, നമ്മുടെ നാട്ടിലുമുള്ള ചില വാക്കുകളുണ്ട്. അതുപോലെയുള്ളൊരു ഹീബ്രു പദമായിരുന്നു റാക്ക. അപ്പോൾ വിഡ്ഢി എന്ന് വിളിക്കുന്നത് വളരെ അപമാനകരമാണ്. എന്ന് പറഞ്ഞാൽ മരണകരമായ അപമാനം എന്നതിനർത്ഥം. മരണകരമായ ഒരു അപമാനമാണ് മനുഷ്യനെ വിഡ്ഢി എന്ന് നയിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഒരുപാട് ഇതുപോലെയുള്ള അപമാനങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ ഒരുവനെ വിഡ്ഢി എന്ന് വിളിക്കുന്ന ആ വാക്ക് റാക്ക എന്നുള്ള വാക്ക്. അപ്പോൾ ഒരുപക്ഷെ ന്യായമായി നാം ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യമാണ്, യേശു പലപ്പോഴും ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിഡ്ഢിയായ, അന്ധരായ വിഡ്ഢികളെ എന്ന യഹൂദരെയും വിളക്കുകളിൽ എണ്ണയെടുക്കാത്ത 5 കന്യകകളെ വിഡ്ഢികളായ ഫൂളിഷ് അല്ലെങ്കിൽ കന്യകമാരെന്നൊക്കെ യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ യേശു ഇതിനെ അപമാനമായി കാണാൻ വീണ്ടും ആ വാക്ക് തന്നെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെ നമ്മുടെ മലയാള വാക്കിലാണ് വിഡ്ഢി എന്നൊരു പദം നാം കാണുക. എന്നാൽ യേശു പറഞ്ഞ അരമായ പദത്തിനർത്ഥം, അല്ലെങ്കിൽ റാക്ക എന്ന പദത്തിന് തുല്യമായ അരമായ ഭാഷയിലെ സക്ല എന്ന വാക്കിനർത്ഥം അതിനേക്കാൾ ഗൗരവതരമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെ മറുതലിക്കുന്നവൻ, ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവൻ തുടങ്ങിയ അർത്ഥമാണ് അതിന് വരിക. അപ്പോൾ യേശു പറഞ്ഞു, പഴയ നിയമത്തിലൊക്കെ യഹൂദർ, ഇസ്രായേൽ ജനം ദൈവത്തിനെതിരായി മറുതലിക്കുകയും പിറുപിറുക്കുകയും അനുസരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവരുടെ ശിക്ഷയെപ്പറ്റി നമുക്ക് എപ്പോഴും സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 1-ാം വചനത്തിൽ കാണാം. ദൈവത്തിൻ്റെ നേതാക്കന്മാർക്കും ദൈവത്തിനെതിരുമായി പിറുപിറുക്കുന്ന ജനം. അതുപോലെ യാക്കോബിൻ്റെ ലേഖനത്തിലും കാണാം നാക്കുകൊണ്ടുള്ള പിറുപിറുക്കുന്ന പാപം. അപ്പോൾ ഇപ്രകാരമുള്ളവരെയാണ്, യേശുവിനെതിരായി സംസാരിച്ചവരെയാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ തിരുഹിതം ചെയ്യാത്തവരെയാണ്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാത്തവരെയാണ് ഈ പദം കൊണ്ട് യേശു ഉദ്ദേശിച്ചത്. വെറും അവഹേളനപരമായ ഒരു വാക്ക് മാത്രമല്ല, യേശുവിൻ്റെ അനുവാചകരിൽ നിന്നുണ്ടായ ആ സ്വഭാവത്തെയാണ് യേശു ഇവിടെ വിഡ്ഢിത്തം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ, അപമാനിക്കുന്നവൻ, അപമാനകരമായ കാര്യം ചെയ്യുന്നവൻ ശിക്ഷാവിധിക്ക് അർഹനാകും. മറുതലിക്കുന്നവനും
പിറുപിറുക്കുന്നവനുമൊക്കെ ശിക്ഷാവിധിക്ക് അർഹനാകും, അല്ലെങ്കിൽ അവരൊക്കെ വിഡ്ഢിത്തമാണ് ജീവിക്കുന്നത് എന്ന് പറയുക. അപ്പോൾ ഒരാളെ അപമാനിക്കുന്നതാണ് കോപത്തിലേക്കും, കോപമാണ് കൊലപാതകത്തിലേക്കും നയിക്കുന്നത്. കൊലപാതകം പാപമാണെങ്കിൽ അതിന് ഹേതുവാകുന്ന അപമാനവും കോപവുമൊക്കെ പാപമാണ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുകയാണ് യേശു. ധാർമ്മികതയുടെ ഉന്നതങ്ങളിലേക്ക് നയിക്കുകയാണ്, അതിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തുകയാണ് യേശു ഈ വചനങ്ങളിലൂടെ ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നാം കാണുന്ന മറ്റൊരു പദമാണ് ഹൃദയത്തിനുള്ളിലെ വ്യഭിചാരം. വിവാഹിതയായ ഒരു സ്ത്രീയോ പുരുഷനോ തെറ്റായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ പേരാണ്, അല്ലെങ്കിൽ സമ്മതത്തോടെ തങ്ങളുടെ വിവാഹബന്ധത്തിന് ഇതരമായ ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് വ്യഭിചാരം. അപ്പോൾ ഇവിടെ പഴയ നിയമത്തിൽ അതിൻ്റെ ഒരു ശാരീരിക മാനം മാത്രമായിരുന്നു ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരുന്നത്. ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതായിരുന്നു പഴയ നിയമത്തിലെ നിയമം. ലേവ്യരുടെ പുസ്തകത്തിലെ നിയമാവർത്തന പുസ്തകത്തിലുമൊക്കെ ഇത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞു കൊള്ളണം എന്നതാണ് നാം പ്രധാനമായും കാണുക. ഇത് നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വിവാഹബന്ധത്തിലെ പുരുഷന് ലഭിക്കേണ്ട അവകാശത്തെ പറ്റിയാണ് ഇവിടെ പരാമർശം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പുരുഷന് ന്യായമായത് നിഷേധിക്കപ്പെട്ടു, അതിനാൽ സ്ത്രീ കൊല്ലപ്പെടണം എന്നൊരു ചിന്തയാണ് ഉപോത്ബലകമായി പഴയ നിയമത്തിൽ നാം കാണുക. പഴയ നിയമത്തിലെ ഈ പ്രമാണം അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന പ്രമാണവും അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന പ്രമാണവും ഒന്നായിട്ടാണ് പലപ്പോഴും നാം ബൈബിളിൽ കാണുക. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം. അതുകൊണ്ട് സ്ത്രീ ഒരു ഭൗതിക സ്വത്തായി, പുരുഷൻ്റെ ഭൗതിക സ്വത്തായി കാണുകയായിരുന്നു. മാത്രമല്ല ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവളുടെ കുടുംബത്തിലെ സാമൂഹികവും സാമ്പത്തികവുമായ നന്മകളുടെ ഓഹരി പറ്റുകയും ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളൊരു സൂചന കൂടി ഇതിലുണ്ട്. ആ സ്ത്രീയിൽ ഉണ്ടാകാവുന്ന സാമ്പത്തികവും സാമൂഹികമായ നേട്ടങ്ങളെ സ്വന്തമാക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വ്യഭിചാരത്തിലൂടെ നഷ്ടപ്പെടുന്നത് എന്നൊരു ചിന്തയാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല അതിന് വിപരീതമായി അതിൻ്റെ ഉന്നതമായ ധാർമ്മികതയിലേക്ക് യേശു നയിക്കുകയാണ്. വ്യഭിചാരം എന്ന പാപം സ്ത്രീയുടെ പക്ഷം മാത്രമല്ല, അല്ലെങ്കിൽ അതിന് പുരുഷനും ഉത്തരവാദിയാണ്. ഒരു സ്ത്രീ തന്നെ വ്യഭിചാരം ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രവൃത്തി മാത്രമല്ല, അതിനെ എന്താണോ പ്രചോദിപ്പിക്കുന്നത് അതാണ് അതിലെ പാപം. അതിൻ്റെ ശാരീരിക മാനം മാത്രമല്ല, സ്ത്രീയുടെ പക്ഷം മാത്രമല്ല, അല്ലെങ്കിൽ സ്ത്രീയുടെ ഇതിലുള്ള പങ്കാളിത്തം മാത്രമല്ല ഇവിടെ കുറ്റപ്പെടുത്തപ്പെടേണ്ടത്. മറിച്ച് പുരുഷനും, സ്ത്രീയേക്കാൾ പുരുഷനാണ് ഇക്കാര്യത്തിൽ പങ്കുപറ്റുക, അല്ലെങ്കിൽ സ്ത്രീയെപ്പോലെ തന്നെ പുരുഷനും കുറ്റക്കാരനാണ് എന്ന് പറയുന്നതോടൊപ്പം സ്ത്രീയുടെ ഔന്നത്യത്തെ ഉയർത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീ വെറും ഒരു ഭൗതിക സ്വത്തല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പുരുഷനോട് തുല്യമായ അവകാശവും ധാർമ്മികതയും ഉണ്ടാവേണ്ട വ്യക്തിത്വമാണ് സ്ത്രീ എന്നുകൂടി ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ പ്രകാരം പറയുകയുണ്ടായി, സ്വന്തം ഭാര്യയുമായി പോലും ഒരുവന് ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യാം. അപ്പോൾ ഈ മനോഭാവത്തെയാണ്, ഈ തിന്മയാണ് ഈശോ ഇവിടെ എതിർക്കുക. പഴയ നിയമത്തിൻ്റെ ചിന്താധാരകളെ തച്ചുടച്ചുകൊണ്ട് സ്ത്രീയും പുരുഷനും വ്യഭിചാരത്തിൽ ഒരുപോലെ കുറ്റവാളികളും അധാർമികരുമാണെന്നും ഇതിന് രണ്ടുപേർക്കും ഒരേ ഉത്തരവാദിത്വമാണ് എന്നും ഇത് ഒരു ശാരീരികമായ പ്രവൃത്തിയോ ശാരീരികമായ മാനം മാത്രമോ അല്ല, ഇതിന് ആന്തരികമായ ചില മാനങ്ങൾ കൂടിയുണ്ട് എന്നും അതാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടതും അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതമെന്നും പഠിപ്പിക്കുവാനാണ് ഈ ഭാഗം നമ്മോട് ആവശ്യപ്പെടുക. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലെ ചില ചിന്തകളാണ് നാം ഇന്ന് പങ്കുവച്ചത്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.